കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലനാട് കൺവെൻഷനിൽ ഈ വർഷം ഈ സമാപന ദിവസം കർത്താവിന്റെ വചനം സംസാരിക്കുവാനായി എനിക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ മഹത്വം കരയറ്റുന്നു. ഭാരതത്തിനെ കുറിച്ചും ഒക്കെ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗിൽ പ്രവേശിപ്പാനും വചനത്തിലേക്ക് പ്രവേശിപ്പാനും കഴിയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. വിശാലമായ ഒരു ദർശനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നുവല്ലോ. ബൈബിളുള്ള എല്ലാവരും ഒരു നിമിഷം ബൈബിള് നിങ്ങളുടെ കരങ്ങളിൽ ഒന്നെടുക്കാമോ? ബൈബിൾ ഒന്ന് കരങ്ങളിൽ എടുക്കാമോ? കുറച്ചു പേരുടെ കയ്യിലൊക്കെ ബൈബിള് കാണുന്നുള്ളൂ. ബൈബിൾ ഉണ്ട്, കയ്യിലുണ്ട്. ഒന്ന് താഴെ വെച്ച് ഒരു നിമിഷം ഞാൻ പറയുന്ന കാര്യം കേൾക്കണം. ഇന്ത്യയിലെ 5 പേരെ എടുത്താൽ അതിലൊരാൾക്ക് ബൈബിൾ അവരുടെ ഭാഷയിൽ പരിഭാഷപ്പെട്ട് കിട്ടിയിട്ടില്ല. 85% ഭാരതത്തിലെ ഭാഷകളിലേക്ക് ബൈബിൾ പരിഭാഷപ്പെട്ടിട്ടില്ല. മധ്യപ്രദേശ് എന്ന് പറഞ്ഞ ഒറ്റ സംസ്ഥാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 223 ഭാഷകൾ ആ ഒറ്റ സംസ്ഥാനത്തിലുണ്ട്. 223 ഭാഷകൾ. എന്നാൽ തിരുവചനം പരിഭാഷപ്പെട്ടിരിക്കുന്നത് കേവലം 4 ഭാഷകളിൽ മാത്രമാണ്. ഇന്നത്തെ ദിവസം രാത്രിയിൽ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയൊരു ബൈബിൾ പരിഭാഷപ്പെട്ട് കിട്ടിയതിനായി ഒന്ന് ബൈബിൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കരയറ്റാമോ? ദൈവത്തിന്റെ വചനം നമ്മുടെ ഭാഷയിൽ വായിക്കാനായി ഒരു ഭാഗ്യം കിട്ടിയല്ലോ. അതോടൊപ്പം തന്നെയും ഇതൊരു വലിയ ഉത്തരവാദിത്വം കൂടാണ്. പരിഭാഷ, ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ഓർത്തും പ്രാർത്ഥിപ്പാനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 49, 50, 51 വാക്യങ്ങളാണ്. ബൈബിൾ എല്ലാവരും തുറന്ന് ഈ വാക്യങ്ങൾ, ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു കഥാപാത്രം, ഏറ്റവും പരിചയമുള്ള വാക്യഭാഗം, ഈ 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിക്കണമേ. നഥനിയേൽ യേശുവിനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. 51-ാം വാക്യം കൂടെ വായിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. യേശു കർത്താവിന്റെ സ്വകാര്യമായ സംഭാഷണങ്ങൾ ഏറെ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ 3 സുവിശേഷങ്ങളെക്കാട്ടിൽ വ്യത്യസ്തമായ 4-ാമത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം. വ്യക്തിപരമായ കോൺവെർസേഷൻസ് എന്ന് പറയുമ്പോൾ യേശുവും നിക്കോദിമോസും തമ്മിലുള്ള ഒരു നീണ്ട ആശയവിനിമയം മത്തായി, മർക്കോസ്, ലൂക്കോസിൽ കാണത്തില്ല. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ യേശുവിന്റെ സംസാരം പുരുഷാരത്തോട് മാത്രമല്ല, ഒരാളോട് സംസാരിക്കുന്നത്, ഒരു വാക്കുപോലും വിടാതെ എത്ര വാക്യങ്ങളിൽ 3-ാം അധ്യായത്തിൽ യേശുവും നിക്കോദിമോസും, 4-ാം അധ്യായത്തിൽ യേശുവും ശമരിയക്കാരത്തി സ്ത്രീയും, എത്ര നീണ്ട ഒരു അധ്യായമാണ്. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തി, അതും യേശുവും ഒരാളും തമ്മിൽ സംസാരിക്കുന്ന ഒരനുഭവം. ഇന്ന് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് ഈ മൈതാനത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേരാണ് എന്ന് ഞാൻ ധരിക്കട്ടെ. നഥനിയേൽ എന്ന പേരുള്ള ഒരു മനുഷ്യൻ. 3 പേരാണ്. നിങ്ങളൊരു ഭാവന എന്നോടൊപ്പം ചെയ്താൽ 3 പേരടങ്ങുന്ന ഒരു സംഭാഷണം. ഒരു വശത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന ആള് നിൽക്കുന്നു. ഫിലിപ്പോസ് കൊണ്ടുവന്ന നഥനിയേൽ ആരുടെ അടുക്കലോട്ടാ വന്നത് എന്ന് ചോദിച്ചാൽ യേശു. 3 പേർ അടങ്ങുന്ന ഒരു സംഭാഷണം. അത് തുടങ്ങിയത് 1-ാമത്തെ അധ്യായം അതിന്റെ 43 മുതലുള്ള വാക്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് വരാം.
എന്നാൽ പ്രാരംഭമായി ഒരു വാക്ക് ഈ നഥനിയേൽ എന്ന വ്യക്തിയെ കുറിച്ചൊന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നഥനിയേൽ എന്ന സത്യാന്വേഷി എന്ന് ഞാൻ വിളിക്കട്ടെ, ട്രൂത്ത് സീക്കർ, എവിടെയാ താൻ ജനിച്ചത് വളർന്നത് എന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം തന്നെ അതിന്റെ 21-ാമത്തെ അധ്യായം, അതായത് അവസാന അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു പരാമർശം കാണാം. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും, അടുത്ത വാക്ക് എടുത്തവർ എന്നോടൊപ്പം ഒന്ന് ഉറക്ക വായിക്കണം കേട്ടോ. 21-ന്റെ 2-ാമത്തെ വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ നഥന്യേൽ എന്ന് പറഞ്ഞ വ്യക്തി എവിടത്തുകാരനാണ്? ബഥനിക്കാരനാണോ, യെരിഹോക്കാരനാണോ, യെരുശലേംകാരനാണോ, എവിടുന്ന് വരുന്നു? കപർനൗമിൽ നിന്നാണോ? 21-ന്റെ 2-ാമത്തെ വാക്യത്തിൽ ഗലീലയിലുള്ള, അടുത്ത വാക്കെന്താ? സ്ഥലപ്പേരെന്താ? ഗലീലയിലുള്ള കാനയിലെ നഥനിയേലും. ഈ ഒരു സ്ഥലപ്പേര് നഥനിയേലിനോട് ചേർത്ത് പറയുന്നത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. കാനാക്കാരനായ നഥനിയേൽ യേശു ഇപ്പൊ തന്നെ കാണുമ്പോ എവിടെയാണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യോർദാനക്കരെ യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിക്കുന്ന അവിടെ വന്നിരിക്കുകയാണ്. എന്തുമാത്രം യാത്ര ചെയ്ത് കാനാക്കാരൻ യോർദാനരികെ വന്നെന്നോ? എത്രയാ ദൂരമെന്ന് ചോദിച്ചാൽ 75 മൈല്, 120ഓളം കിലോമീറ്റർ. ഇടുക്കിയിൽ നിന്നും കൊച്ചി വരെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 103, 104, 105 കിലോമീറ്റർ കാണും. അതിനേക്കാളിൽ അപ്പുറം അങ്ങ് ദൂരെ നിന്ന് നഥനിയേൽ എന്ന് പറഞ്ഞ വ്യക്തി, കാനാക്കാരൻ, 75 മൈല് ഒട്ടകത്തിന്റെ പുറത്തല്ല, കാറിലല്ല, ഹെലികോപ്റ്ററിലല്ല, നടന്നു വന്നിരിക്കുകയാണ്. എത്ര നാൾ നടന്നു, എത്ര ദിവസം നടന്നു എന്നറിയാമോ? അന്നത്ര ചരിത്രകാരന്മാരുടെ പഠനമനുസരിച്ച് 4 ദിവസം. കാനാക്കാരൻ അധ്വാനിക്കാതെ ജീവിക്കാനൊക്കുമോ? നമ്മൾ ഈ മേഖലയിലൊക്കെ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പണി ചെയ്യുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ 1-2 പേരെ കണ്ടു. ഫാമും കുരുമുളകും ഏലവും എന്തുമാത്രം മല്ലിനോട് പോരടിച്ച് രാവിലെ 3:30 എഴുന്നേറ്റ് രാത്രി 11 വരെ അധ്വാനിക്കുന്ന എത്ര അധ്വാന ശേഷിയും സമർപ്പണവുമുള്ള ആളുകൾ. കാനയിൽ ജീവിക്കണമെങ്കിലും വെറുതെ ഭക്ഷണം കിട്ടത്തില്ല. ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ചെന്നാൽ മുമ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അധ്വാനിക്കേണ്ട നഥനിയേൽ ഉച്ചഭക്ഷണം കഴിക്കണമെങ്കിൽ കാനാക്കാര് വെറുതെ ഇരുന്നാലൊക്കത്തില്ല. അവർക്ക് അതിന്റെ പിമ്പിൽ ഒരു അധ്വാനം ആവശ്യമാണെങ്കിൽ ഇതെല്ലാം കളഞ്ഞ് കാനയിൽ നിന്നും നഥനിയേൽ ഇറങ്ങിയപ്പോ മാതാപിതാക്കളും കുടുംബക്കാരും ചോദിച്ചു കാണും, മോനെ എങ്ങോട്ടായി പോകുന്നത്? ഈ വീടിന്റെ കാര്യം എന്തോ ആകും? ഒന്ന് നിന്ന് സഹായിച്ചാൽ. ഒരല്പം നാളികേരത്തിന്റെ കാര്യമാകട്ടെ, ഏലത്തിന്റെ കാര്യമാകട്ടെ, കുരുമുളകിന്റെ കാര്യമാകട്ടെ, നീ വീട്ടിലൊന്ന് നിന്ന് എങ്ങോട്ടായി പോകുന്നത്? നഥനിയേൽ പറയും, ഇത്രയും നാളും ഞാൻ കാനായിൽ ഇരുന്നു, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഇതിനേക്കാൾ അപ്പുറമായി ഞാൻ സിനഗോഗിൽ പോകുന്നുണ്ട്, ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഉള്ളിൽ ആർക്കും അടക്കാനൊക്കാത്ത ഒരു സത്യ അന്വേഷണം, ആരാലും പൂരിപ്പിക്കപ്പെടാനൊക്കാത്ത ഒരു വിടവ് തിരിച്ചറിഞ്ഞ നഥനിയേൽ ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും തിരിച്ചറിയണമേ. നമ്മുടെ ചുറ്റിനും ഒരു വലിയ പുരുഷാരമുണ്ട്. അവർക്ക് കഴിക്കാൻ ഭക്ഷണം കാണും, അവർക്കിടാൻ വസ്ത്രം കാണും, കേറിപ്പോകാൻ വണ്ടികൾ കാണും. എന്നാൽ ആരാലും ഫില്ല് ചെയ്യാനൊക്കാത്ത, നിറയ്ക്കാനൊക്കാത്ത ഒരു വലിയ വാക്യൂമായി പുരുഷാരം ഭാരതത്തിലും കേരളത്തിലും ഇടുക്കി ജില്ലയിലും നെത്തോട്ടമോടുമ്പോ ഈ കൺവെൻഷന്റെ സമാപന നിമിഷങ്ങളിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്നെയും നിങ്ങളെയും കർത്താവിന് ഈ സത്യാന്വേഷികളുടെ ഇടയിലോട്ട് സുവിശേഷത്തിന്റെ വാഹകരായി ഇറക്കി വിടുവാൻ ഒരു വലിയ പദ്ധതിയുണ്ട് ദൈവമക്കളെ. ഈ കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്
ഇത്രയും ധനം മുടക്കി സുവിശേഷം അറിയിക്കുവാനുള്ള എഫേർട്ട് ഇടുന്നത് ഇവിടെ വന്നിരിക്കുന്നവരെ മാത്രം നോക്കിയല്ല, ഇതിനകത്തൂടെ വരുന്ന ദിവസങ്ങളിൽ ഈ ഹൈ റേഞ്ച് പ്രദേശത്തും അതിന്റെ തിരയടിയൊക്കെ കേരളത്തിലേക്കും അതിന്റെ വേവ്സ് ഭാരതത്തിന്റെ സംസ്ഥാനങ്ങളിലേക്കും ചെല്ലുന്ന ഒരു സത്യാന്വേഷണത്തിന്റെ അതിനെ ഒതുക്കി നിർത്തുന്ന ട്രൂത്ത് കൊടുക്കാൻ കുറെ ആൾക്കാർ. നഥനിയേൽ ഇറങ്ങിയിരിക്കുക ഒരു ഭാണ്ഡക്കെട്ടുമായി. എങ്ങോട്ടാ പോകുന്നത് സാറേ? എനിക്ക് സത്യം അറിയണം. ജീവനുള്ളൊരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് രുചിച്ചറിയണം. എന്റെ ഉള്ളിലെ അസമാധാനത്തിനും എന്റെ ഉള്ളിലെ നിരാശയ്ക്കും പരിഹാരം തരാൻ എന്റെ കുടുംബക്കാർക്ക് കഴിഞ്ഞില്ല, എന്റെ പള്ളിക്കാർക്ക് കഴിഞ്ഞില്ല, എന്റെ പണത്തിന് കഴിഞ്ഞില്ല, എന്റെ സ്വാധീനത്തിന് കഴിഞ്ഞില്ല. ഇതിനേക്കാൾ അപ്പുറമായി സത്യമുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ഞാൻ പോകുന്നു. 4 ദിവസം നടന്ന് വന്നിരിക്കുക യോർദാനക്കരെ ഒരു പ്രസംഗം കേൾക്കാൻ. ആരുടെ അടുക്കലോട്ടാ വന്നതെന്നറിയാമോ? നമ്മൾ കർത്താവദാസൻ പാസ്റ്റർ ഷോൺ ഉദ്ധരിച്ചു, യോഹന്നാൻ സ്നാപകൻ. 1ാം മീറ്റിംഗ് മുതൽ ഈ ഫ്രണ്ട് റോയിൽ ആരിയ്ക്കുക? നഥനിയേൽ. കുറെ ഡ്രസ്സൊക്കെ കൈ കാണും. കാനായിൽ നിന്ന് വന്നിരിക്കുക 4 ദിവസം. തിരിച്ചടുത്ത ദിവസം പോകാനൊക്കത്തില്ല. ആൾക്കാരൊക്കെ നോക്കുക, സാർ എവിടുന്നാ വന്നിരിക്കുന്നേ? ഞാൻ അങ്ങ് ദൂരെ കാനായിൽ നിന്ന് വന്നതാ. എന്തിനാ സാറേ വന്നത്? എനിക്ക് സത്യം അറിയണം. ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ഒന്ന് കേൾക്കാൻ വന്നിരിക്കുക. ഫ്രണ്ട് റോയെ കസാരയും ഇട്ട് ബാഗുമായിട്ട് ആളിരിക്കുക. 1ാം ദിവസം മുതൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനല്ല വെളിച്ചം, ഞാനൊരു ശബ്ദം മാത്രമാണ്. യഥാർത്ഥ വചനമായവൻ ഞാനല്ല, വേറെ ഒരാൾ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഞാനോ കുറയണം, അവൻ വളരണം. നഥനിയേൽ ഫ്രണ്ട് റോയിൽ ഇരുന്ന് പറയുക, ഇതാരാടാ അപ്പ? കാനായിൽ നിന്നും യോർദാനക്കര വരെ വന്നിട്ട് പ്രസംഗം കേൾക്കാൻ വന്നയാള് 1ാം ദിവസം മുതൽ കേൾക്കുന്നത് ഞാനല്ല. എന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. ഒരു കാര്യം ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണമേ. നമ്മുടെ ഉള്ളിലെ സത്യാന്വേഷണത്തിന് അന്തമിടാൻ ഈ ലോകത്തിലെ ഒരു ഗുരുക്കന്മാർക്കും കഴിയുകയില്ല, ഒരു പാസ്റ്റർമാർക്കും കഴിയുകയില്ല, ഒരു അത്ഭുതക്കാരനും കഴിയുകയില്ല. നമ്മുടെ ഉള്ളിലെ സത്യാന്വേഷണത്തിന് അന്തമിടാൻ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ, നിത്യജീവൻ തരുവാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നസ്രയനായ യേശുവാണ്. യേശു മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യേശു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ജീവന്റെ അപ്പം. യേശു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യേശുവല്ലേ പറഞ്ഞത്, ഞാനാണ് വാതിൽ, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരു ഗുരുക്കന്മാരും ഇല്ലല്ലോ. എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ഇന്ന് ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് തുറന്നു കിടക്കുന്ന ഒരു കല്ല ഗുരു ഇവിടെ ഇല്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാമോ? ഈ ജീവനുള്ള ദൈവത്തെ നമുക്ക് രുചിച്ചറിയാൻ സാധിച്ചല്ലോ. ഈ കൺവെൻഷന്റെ വിജയം എന്ന് പറയുന്നത് ഈ ജീവനുള്ള യേശുവിനോട് ഒരു പടിയൂടി അടുക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി തീർന്നാൽ, ആത്മമണവാളനായ യേശുവിനെ ഒരു പടിയൂടൊന്ന് രുചിച്ചറിയാൻ സാധിച്ചാൽ, അതാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും വലിയ വിജയമായി കാണേണ്ടത്. നഥനിയേൽ വന്നിരിക്കുക ഭാണ്ഡക്കെട്ടുമായി കാനായിൽ നിന്നും യോർദാൻ അരികെ. മുമ്പിൽ നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, എന്റെ മീറ്റിങ്ങിലൊന്നും വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിത്യജീവനും ആത്മരക്ഷയും കിട്ടണമെങ്കിൽ വരുന്നു ഒരാള്. 1:43 പ്രാർത്ഥിച്ചതുപോലെ ഒരു കാര്യം ഇതിനോട് ചേർന്ന് ഞാൻ പറയാം കേട്ടോ. 1:43 ഒന്ന് വായിച്ചിട്ട് ഞാൻ പറയാം.
1-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ആരിയ്ക്കുക ഫ്രണ്ട് റോയൽ സത്യാന്വേഷണവുമായി? നഥനിയേൽ. 4 ദിവസം യാത്ര ചെയ്തു വന്ന മനുഷ്യനിരിക്കുക. പക്ഷെ യേശു ആരെയാ വിളിക്കുന്നത്? ഫിലിപ്പോസിനെ. ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ച യേശു ഈ ഫിലിപ്പോസിനെ കണ്ടിട്ട് പറയുക, ഫിലിപ്പോസേ ബാ, എന്നെ അനുഗമിക്കണം. ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ടോ? ഫിലിപ്പോസുമാരെ പോലെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. യേശുവിന്റെ വിളി കേട്ടവരാണ്. എന്നാൽ അതിനകത്ത് ഞാൻ ഒരു ആത്മീക സന്ദേശം പറയട്ടെ. ഫിലിപ്പോസിനെ യേശു വിളിക്കുമ്പോഴേ ഒരാളെയും കൂടെ കണ്ടിട്ടുണ്ട്. ഈ സത്യാന്വേഷിയായ നഥനിയേലിന്റെ അടുക്കലേക്ക് വിടാൻ വേണ്ടി ഒരത്ഭുതത്തിന്റെ ഉപകരണമാക്കി തീർക്കാനാണ് ഫിലിപ്പോസിനെ യേശു വിളിക്കുന്നത്. ആ സത്യം തിരിച്ചറിയുന്നുണ്ടോ? നമ്മളെ ദൈവം വിളിച്ചത് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ യേശു തെരഞ്ഞെടുത്തത് നമ്മളെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകുവാനല്ല, നമ്മളിലൂടെ ചില നഥനിയേലുമാരെ, ചില സത്യാന്വേഷികളെ യേശുവില്ലാത്തവരിലേക്ക് ഈ വചനത്തിന്റെ ശോഭ അയക്കുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ബലഹീനമായ കരങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. നമുക്ക് മുറിഞ്ഞ ഭാഷയൊക്കെ ആയിരിക്കാം, എന്നാൽ യേശുവിനെ ഒരിടത്ത് ഉയർത്തിയാൽ, അവനെ ഉയർത്തിയാൽ, ആ പരിശുദ്ധാത്മ ശക്തിയിൽ എല്ലാവരെയും ആകർഷിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ബലഹീനരെന്ന് തോന്നുന്നവർ ഇന്ന് രാത്രി കേൾക്കണമേ. നഥനിയേലുമാർ വെയിറ്റ് ചെയ്യുന്നു. നിന്നിലുള്ള കൃപയിലൂടെ വരുന്ന ദിവസങ്ങളിൽ നഥനിയേലുമാർ ദൈവഭാഗത്ത് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ നമുക്ക് പാപ്പരായിട്ട് അങ്ങോട്ട് പോകണ്ട. സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ചോദിക്കുന്നത് എത്ര അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നുള്ളതല്ല. ഒരു വിശ്വാസിയോട് അവിടെ ചോദിക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്നല്ല. അവിടെ ചെല്ലുമ്പോ ചോദിക്കാൻ പോകുന്നത് തന്നെയാണോ ഇനി വന്നത്, അതോ നിന്നെ നേടിയ സദ്വർത്തമാനം പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാരെയും കൂടെ കൊണ്ടുപോകാനുള്ള ഒരാത്മാവിന്റെ അഭിഷേകം. രാത്രി തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ യേശുവിനെ ഉയർത്തുമ്പോഴല്ലേ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ വരേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ പെന്തിക്കോസ്തുകാരനല്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നും വിശ്വാസികളല്ല. സമ്പത്തിന് വേണ്ടിയല്ല യേശുവിന്റെ അടുക്കൽ വരേണ്ടത്. സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല യേശുവിന്റെ അടുക്കൽ വരേണ്ടത്. പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാനായി ഒരു സമ്പ്രദായവും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കെ പാപം തന്റെ മേലെടുത്ത് ക്രൂശിതനായ യേശുവിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ഒരാൾ യേശുവിന്റെ അടുക്കൽ വരേണ്ടത്. നഥനിയേൽ ഇരിക്കുന്നത് സത്യാന്വേഷണം. എനിക്ക് സത്യം അറിയണം. ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കണം. ഇറങ്ങിയിരിക്കുക. ഇപ്പൊ പ്രാർത്ഥനകളുടെ ഉത്തരമായി ഫിലിപ്പോസ് വന്ന് പറയുക. 45-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഫിലിപ്പോസ് വന്ന് നഥനിയേലിനോട് പറയുന്നത്, ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും ദിവസം എന്തുവാ നഥനിയേൽ കേട്ടത്? വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നെക്കാട്ടിൽ വലിയവരൊരാൾ വരുന്നുണ്ട്. ഫിലിപ്പോസ് വന്ന് പറയുക, ആ വരുന്നു എന്ന് പറയുന്നവരെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ വരുന്ന ദിവസങ്ങളിൽ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികളായി ദൈവം ചില നിയോഗത്തിൽ താങ്കളെ അയക്കുവാൻ പോവുകയാണ്.
ചില വീടുകളിൽ, ശൂന്യതയുള്ള വീടുകളിൽ, സമാധാനമില്ലാത്ത വീടുകളിൽ അവർ കരഞ്ഞോണ്ടിരിക്കുക, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവനെ ഒന്ന് അനുഭവിക്കണം. ചിലപ്പോ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ, ചിലപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഉൾപ്രേരണ, ഈ വീട്ടിലോട്ട് കയറണം. ആ വീട്ടിലോട്ട് കയറുമ്പോ ഇവിടെ കാണുന്നത് പോലെ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സഹോദരി, സഹോദര, നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. നഥനിയേലിന്റെ ഓട്ടമൊന്നും വെറുതെ ആയില്ല. നഥനിയേല് ജോലിയും കളഞ്ഞ് കാനായിൽ നിന്നും യോർദാൻ അരികെ വന്നത് വെറുതെ ആയില്ല. യേശുവിന് എക്കാലത്തും പുരുഷാരത്തോട് എന്താണെന്നറിയാമോ ഉള്ളത്? മനസ്സലിവ്. ഓർക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 9 പുരുഷാരത്തെ കണ്ടപ്പോ യേശു കണ്ടത്, കുറെ പേരുണ്ടല്ലോ, നമുക്ക് ഇവരെ ഉപയോഗിച്ച്, നോ, അവരെ ഉപയോഗിക്കുവാനല്ല പുരുഷാരം. യേശു പുരുഷാരത്തെ കണ്ടത് ഇടയനില്ലാത്ത ആടുകളെ പോലെ. വേണ്ട കുറെ പേര് നടക്കുന്നു. ഈ വയനാട്ടിൽ, ഈ ഇടുക്കിയിൽ, ഈ പ്രദേശങ്ങളിലെല്ലാം നമുക്കൊരു പുതിയ കാഴ്ചപ്പാടിനായി പ്രാർത്ഥിക്കാൻ ഒക്കുമോ? പുരുഷാരത്തെ കാണുമ്പോ എനിക്കെന്തേലും നേട്ടം അവരെ കൊണ്ട് വേണ്ട. ഇടയനില്ലാത്ത ആടുകളെ പോലെ സുവിശേഷം അറിയാത്തവർ, സത്യവെളിച്ചം കിട്ടാത്തവർ നമ്മുടെ അയൽവക്കങ്ങളിൽ ഉള്ളപ്പോ അവരെ ഓർത്തൊരാത്മഭാരം പ്രാപിപ്പാനായി ഈ കൺവെൻഷൻ ഉതകുന്നു എങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകുകയാണ്. ഇവിടെ ദാ വരുന്നു. നഥനിയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, സാറേ, ഉത്തരം കിട്ടി. ഒരാള് വരുന്നെന്ന് പറഞ്ഞില്ലേ? ആ ആളെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അടുത്ത വാക്ക്, നഥനിയേൽ ഇരുന്ന കസാരന്ന് താഴെ പോയിരുന്നാ മതി. എന്താ അടുത്ത വാക്കെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക്, അവൻ, കാണുന്നവരൊന്ന് ഉറക്കെ വായിക്കാമോ എന്റെ കൂടെ? അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഇതിനകത്ത് 2 കാര്യങ്ങൾ പ്രശ്നമാണ്. എന്തിനാ നഥനിയേൽ ഇറങ്ങിയിരിക്കുന്നത്? സത്യം അറിയണം. എന്തിനാ സാറേ കാനായിൽ നിന്ന് വന്നത്? നിത്യജീവൻ വേണം. പക്ഷെ ഇപ്പൊ എന്തുവാ കേട്ടത്? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. കിട്ടി, ആളെ കിട്ടി. പക്ഷെ ആളെ കുറിച്ച് 2 കാര്യം. അവൻ ആരുടെ മകനായിട്ട് പറയുന്നു? യോസഫിന്റെ മകൻ. എവിടുത്തുകാരനായിട്ട് പറയുന്നു? നസറേത്തുകാരൻ. ഈ 2 കാര്യം കേട്ടപ്പോഴേ കാനാക്കാരൻ നഥനിയേലിന്റെ ഉള്ളിൽ ഇത് സത്യമാകാൻ സാധ്യതയില്ല. ആരിന് എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നത്? എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, നിത്യജീവൻ വേണം. പക്ഷെ ഇപ്പൊ ആരാ ഇത് തരുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? യോസഫിന്റെ മകനോ? ഈ ലോകത്തിനൊരിക്കലും ലോകത്തിന്റെ ബുദ്ധിയിൽ രക്ഷകനെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ടല്ലേ 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ ലോകത്തിൽ വന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, എന്നാലും ലോകക്കാർ അവരെ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് അവൻ വന്നു, പക്ഷെ സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. എന്നെ കേൾക്കുന്ന ഈ ശബ്ദസീമയിൽ കേൾക്കുന്ന മാന്യ നാട്ടുകാരെ, ഈ മൈതാനത്തിരിക്കുന്ന വിശ്വാസി സമൂഹമേ, നമുക്കും പലപ്പോഴും പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഓർത്തിരിക്കുന്നതും ദൈവത്തിന്റെ സംബന്ധമായ നിത്യജീവനും സമാധാനവും സന്തോഷവും ഒക്കെ ഇരിക്കുന്നത് നല്ല ഗ്ലാമറസായ ആകർഷകമായ ഏതോ സ്ഥലത്തോ ഏതേലും വ്യക്തിയിലോ ഒക്കെ ഇതിരിക്കുന്നതെന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഫിലിപ്പോസ് പറയുക, ആളെ കിട്ടി. ആള് യോസഫിന്റെ മകനും നസറേത്തുകാരനുമാണ്. അടുത്ത വാക്യത്തിൽ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? നഥനിയേൽ, നമ്മുടെ കഥാപുരുഷൻ ചോദിക്കുക, നസറേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? കാനായുടെ അടുത്തുള്ള ഗ്രാമമാണ് നസറേത്ത്. നഥനിയേൽ പറയുക, നസറേത്തിൽ നിന്നോ മസിഹ വരുന്നെന്നോ?
ഞങ്ങൾ എത്ര കണ്ടതാണ് ഈ നസറേത്തുകാരെ. ജാതികളുടെ ഗലീലി എന്നാ വിളിക്കുന്നത്. ജാതികളുടെ ഗലീലിയിൽ നസറത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, അവിടെ നിന്നും ലോകരക്ഷിതാവ് വരുമെന്നോ? അല്ല, ജനിച്ച കുടുംബം, തെരഞ്ഞെടുത്ത മാതാപിതാക്കൾ, അച്ഛനായ യോസഫാണ് പിതാവെന്നോ? എങ്ങനെയാ ഈ ഒരു അന്തരീക്ഷത്തിൽ ദൈവപുത്രൻ? ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണമേ. സ്വന്തം കഴിവ് കൊണ്ട് രക്ഷകനെ മനസ്സിലാക്കാതിരിക്കുമ്പോ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിടുമ്പോ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി തോന്നുമ്പോ, ദൈവം കണ്ടിട്ടുള്ളവർ, കണ്ണു തുറന്നിട്ടുള്ളവർ വിളിച്ചു പറയും, ഇത് കേവലം മനുഷ്യനല്ല, ഇത് കേവലം യോസഫിന്റെ മകനല്ല, ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഇത് കേവലം നസറേത്തുകാരനല്ല, നസറേത്ത് താൻ ഇറങ്ങി വരാൻ തെരഞ്ഞെടുത്തൊരു സ്ഥലമാ. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന, മനുഷ്യ അവതാരമെടുത്ത സാക്ഷാൽ ദൈവമാണ്. ഇത് എഴുതുന്നയാള് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ഏകദേശം 90 വയസ്സുള്ളപ്പോ എഴുതുകയാ. 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ യേശുവിനെ വർണ്ണിച്ചുകൊണ്ടല്ലേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് കേവലം യോസഫിന്റെ മകനല്ല, ഇത് കേവലം നസറത്തുകാരനല്ല, ഇത് വചനമാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്ന, മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന് കൂടാരമടിച്ച സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ മസിഹ, ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്നവൻ, രാജാക്കന്മാരുടെ രാജാവാണിവൻ. അപ്പൊ ഈ സത്യാന്വേഷി വന്നിപ്പം ഒരു രീതി പറഞ്ഞാൽ കാല് തട്ടി വീട് നിൽക്കുക. യേശുവിൽ എനിക്ക് സമാധാനം കിട്ടുമെന്നോ? യേശുവിൽ എനിക്ക് നിത്യജീവൻ കിട്ടുമെന്നോ? നസറേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? അപ്പൊ ഈ അവിശ്വാസികൾക്ക് യേശു എപ്പോഴും അന്നും ചെയ്യും, ഇന്നും ചെയ്യും. വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി അടയാളങ്ങൾ യേശു ചെയ്യും. നഥനിയേലിനെ മുമ്പിൽ കണ്ടപ്പോ യേശു പറയുക, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അവിശ്വാസം കൊണ്ടിരുന്ന നഥനിയേൽ ഒന്ന് മുട്ടടിച്ചു. ഞാൻ ഓർത്തത് ഇത് യോസഫിന്റെ മകനും നസറേത്തുകാരനുമാ. അടുത്ത വാക്കി ചോദിക്കുക, എങ്ങനെ അറിയാം സാറിന് എന്നെ എങ്ങനെ അറിയാം? യേശു പറയുക, ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരുന്ന് ന്യായപ്രമാണം പഠിച്ച നിന്റെ മനസ്സിനെ, നിന്റെ സത്യാന്വേഷണത്തെ, കാനയിൽ നിന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഇന്നൊരു കാര്യം മനസ്സിലാക്കണമേ, നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ ഉള്ളതിനെയും ഉള്ളിനെയും നല്ലതായി അറിയുവാൻ ലോകത്തിൽ സ്വന്തം ഭർത്താവിന് കഴിഞ്ഞുവെന്ന് വരില്ല, സ്വന്തം ഭാര്യയ്ക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. അതിനെക്കാട്ടിലെല്ലാം മീതെ ഒരുവനുണ്ട്, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന സാക്ഷാൽ ദൈവം, അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ ഇന്ന് രാത്രി ഈ മൈതാനത്തിൽ ചലിക്കുന്നുണ്ട്. എന്റെ ഉള്ളിലെ അവസ്ഥ അറിയുന്ന, എന്റെ ഉള്ളിനെ അറിയുന്ന, എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന വേദനകളെ അറിയുന്ന ഒരു നല്ല പിതാവ്, ഒരു നല്ല ഇടയൻ ഈ മൈതാനത്തിൽ ഇന്നുണ്ട്. അതെത്രമാത്രം യാഥാർത്ഥ്യമാ! നിങ്ങൾ എത്രമാത്രം ശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാ! ഒരു നിമിഷം ശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ജീവനില്ലാതെ താഴെ കിടക്കുമെങ്കിൽ, ശ്വാസത്തെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ ശ്വാസം ജീവൻ നിലനിർത്തുന്നത് പോലെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി പന്തലിൽ അനുഭവിക്കുന്നവർ, അതിന്റെ ജീവൻ ഉൾക്കൊള്ളുന്നവർ, കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഈ ജീവനുള്ള ദൈവത്തെ കാണുവാൻ, പരിചയപ്പെടുവാൻ, ഉൾക്കൊള്ളുവാൻ, സ്വീകരിപ്പാൻ, വിശ്വസിപ്പാൻ എന്റെ ജീവിതത്തിൽ ദൈവം വന്ന അവസരത്തിനായി സ്തോത്രം. നഥനിയേലിന്റെ സത്യാന്വേഷണം വന്ന് നിൽക്കുക ഇപ്പൊ യേശുവിന്റെ മുമ്പിൽ. യേശു പറയാ, എനിക്ക് നിന്നെ അറിയാം.
അടുത്ത വാക്ക് നഥനിയേലിന്റെ സംശയമെല്ലാം മാറി. നഥനിയേൽ പറയുന്ന വാക്കാണ് നമ്മൾ കുറിവാക്യം 1:49 വായിച്ച്. നഥനിയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ എന്താ പറഞ്ഞത്? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? യേശു ഒരു വെളിപ്പാട് വിളിച്ചു പറഞ്ഞപ്പോ അടുത്ത വാക്ക് പറയുക, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അവിശ്വാസികളായി ഇരിക്കുന്നവരുടെ ഹൃദയത്തെ മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ തലമുറയിൽ പ്രാർത്ഥനയിലൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? നഥനിയേലിനെ പോലെ സത്യാന്വേഷികളുടെ നടുവിലേക്ക്, അവിശ്വാസമുള്ള ഭയമുള്ളവരുടെ നടുവിലേക്ക് സുവിശേഷത്തിന്റെ സത്യം വിളിച്ചു പറയുമ്പോ ആദ്യം ഒന്ന് ഉടക്കമായിരിക്കാം, ആദ്യം ഒന്ന് സംശയിക്കുമായിരിക്കാം. എന്നാൽ അവിശ്വാസിയെ കയ്യെ പിടിച്ചുകൊണ്ട് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് പറയുക, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. നമുക്കിങ്ങനെ ഒരാളെ കിട്ടിയ, നമ്മുടെ സഭയിൽ ഒരാളെ ഇങ്ങനെ കിട്ടിയ, അടുത്ത ദിവസം നമ്മളെ മൈക്ക് കൊടുക്കുവാക്ക്, അച്ഛാ ഒരു സാക്ഷ്യം പറയണേ, ഈ കൺവെൻഷൻ നിമിത്തം രക്ഷിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കിയതിൽ ഒരു സാക്ഷ്യം പറയണം. നമ്മൾ പറയും, പ്രത്യേകമായിട്ട് പറയണം, ഞാൻ കാനാക്കാരനായിരുന്നു, ഞാൻ സത്യം അന്വേഷിച്ച് ഇങ്ങ് യോർദാനരികെ വന്നതാ, എനിക്ക് യേശുവിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ യേശു എന്നെ അറിയുന്നവരാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ദൈവപുത്രനും ദാവീദിന്റെ രാജാവും ഒക്കെയാണെന്ന് വിശ്വസിച്ചു. പക്ഷെ യേശു എന്തോ പറഞ്ഞെന്നറിയാമോ? അടുത്ത വാക്യേ, യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ ആളോട് പറയുക, നഥനിയേലേ, നീ എന്നെ ദൈവപുത്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കേൾക്കണം എല്ലാവരും, എന്റെ ഈ പ്രഭാഷണത്തിന്റെ അവസാന നിമിഷങ്ങളില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ യേശു ദൈവമാണ് എന്തുകൊണ്ടാ പറയുന്നത്? ചിലപ്പോ ചിലര് പറയും, എനിക്ക് നടുവേദനയായിരുന്നു, യേശു സൗഖ്യമാക്കി, നീ ദൈവപുത്രൻ. എന്റെ വീട്ടിൽ കടഭാരമായിരുന്നു, കടഭാരം മാറി, ഇവൻ ഇസ്രായേലിന്റെ രാജാവ്. പക്ഷെ യേശു തിരിച്ചെന്താണെന്നറിയാമോ നഥനിയേലിനോട് പറയുന്നത്? നഥനിയേലേ, ഇനി വാ, മുമ്പോട്ട് വാ, സത്യാന്വേഷിയാ അല്ലേ? നീ ഒരല്പം മുമ്പ് പറഞ്ഞില്ലേ എന്നെ കുറിച്ച് നസറേത്തിൽ നിന്ന് വല്ല നന്മ വരുമോ? ഇപ്പൊ നീ പറയുന്നു ഞാൻ ദൈവപുത്രൻ. എന്താ നിന്റെ വാക്ക് മാറിയത്? ഞാൻ നിന്നെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞു, നിന്നെ എനിക്കറിയാം. ആ എന്റെ മുന്നറിവിൽ, ആകർഷകമായ മുന്നറിവിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് പേര് വിളിക്കുകയാണെന്ന് വെക്ക്, അജിത്ത് മുമ്പിലേക്ക് വരണം. നിങ്ങൾക്കിപ്പൊ 39 വയസ്സുണ്ട്, 14-ാം വയസ്സിൽ നിങ്ങൾക്കൊരു അപകടം ഉണ്ടായിരുന്നു. ഇങ്ങനെ 2-3 കാര്യം അജിത്തിനോട് പറഞ്ഞാൽ അജിത്ത് എന്തോ പറയും? അയ്യോ, ഞാൻ യേശു വിശ്വസിക്കുന്നു, നീ ദൈവപുത്രൻ. പക്ഷെ യേശു പറയുക, നിന്റെ വിശ്വാസം ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാ? എവിടെയാണെന്ന് ചോദിച്ചാ, നീ കണ്ടൊരത്ഭുതത്തിലാ. നീ കഴിഞ്ഞ നിമിഷം കണ്ടു, എനിക്ക് നിന്റെ ഉള്ളിനെ അറിയാം. എന്നിട്ട് അടുത്ത വാക്കിൽ യേശു പറയുക, നഥനിയേലേ, നീ ഇതിലും വലുത് കാണും. നീ കഴിഞ്ഞ നിമിഷം ഒരു കാര്യം കേട്ടില്ലേ? എനിക്ക് നിന്റെ ഉള്ളിനെ അറിയാം. യേശുവിനെ ഒരു അത്ഭുതക്കാരനായി ചിന്തിച്ച നഥനിയേലിനോട് യേശു പറയുക, നിക്ക് സത്യാന്വേഷിയെ, നിക്ക്. ഈ ലോകത്തിൽ അത്ഭുതം ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ അത്ഭുതം നടക്കുന്നുമുണ്ട് എന്ന് നമ്മൾ വായിച്ചും കേട്ടിട്ടുമുണ്ടല്ലോ. യേശു തന്നെ പറഞ്ഞത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീരപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പറയുന്ന ഒരുപാട് പേരോട് യേശു പറയാൻ പോകുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയി, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഒരു കാര്യം ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നഥനിയേലുമാരെ നമുക്ക് വേണം എന്നുള്ള സത്യമാണ്. സത്യാന്വേഷികൾ സഭയിൽ വരണം, ദൈവരാജ്യത്തിൽ വരണം.
പക്ഷെ ഇതിന് കൂടുതൽ ആൾക്കാരും തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം എന്തെങ്കിലും ഒരു ചെപ്പിടി വിദ്യ കാണിക്കുക, എന്തെങ്കിലും ഒരു അത്ഭുത കഥ പറഞ്ഞ് ബാബാ യേശുവിന്റെ അടുക്ക് വാ, എല്ലാം ശരിയാകും. രോഗിയെ ബാ, ഇനി രോഗം വരത്തില്ല. ചിലർ അങ്ങനെയാ സുവിശേഷം പറയുന്നത്. രോഗമില്ലാത്ത ശരീരം കിട്ടും, ബാ. മരിക്കത്തില്ല എന്ന് പോലും തമിഴ്നാട്ടിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കി. ഇമ്മോർട്ടാലിറ്റി കൾട്ട്. യേശുവിൽ വിശ്വസിച്ച മരിക്കത്തില്ല എന്ന് പറയുന്നവർ. ഇതല്ല ദൈവമക്കളെ സുവിശേഷം. യേശുവിനെ ഒരു അത്ഭുതക്കാരനായി ചിന്തിച്ച നഥനിയേലിനോട് യേശു പറയുക, നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ നിന്നോട് പറഞ്ഞ മുന്നറിവിൽ ഇരിക്കരുത്. നിന്റെ വിശ്വാസം ഇരിക്കേണ്ടത് ഞാൻ ആരാണെന്നുള്ള പൂർണ്ണ തിരിച്ചറിവ് നിനക്കുണ്ടാകണം. ഞാൻ കേവലം നിന്റെ രോഗം സൗഖ്യമാക്കാൻ വന്നയാളല്ല, കേവലം നിന്റെ ഭാവി പറയാൻ വന്നയാളല്ല. നഥനിയേലിനോട് പറയുക, നീ ഇതിലും വലുത് കാണുമെന്ന് പറഞ്ഞിട്ട് പറയുക, യാക്കോബിനുണ്ടായ ഒരു വെളിപ്പാടിനെ കുറിച്ച് ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും കയറുന്നതും ഇറങ്ങുന്നതും നീ കാണുമെന്ന് പറഞ്ഞാൽ, നഥനിയേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കേവലം മനുഷ്യരല്ല, ഇത് ദൈവമാണെന്ന് നീ വരുന്ന ദിവസങ്ങളിൽ സ്വർഗം ഇവന്റെ മേൽ തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണും എന്ന് പറയുകയാണ്. നഥനിയേല് ഒന്ന് ഓർത്തു നോക്കണമേ, ആ ഭാണ്ഡക്കെട്ടുമായി നിൽക്കുക. എനിക്ക് സത്യം അറിയണം. യോഹന്നാൻ സ്നാപകന്റെ അടുക്ക പോയപ്പോ യോഹന്നാൻ പറഞ്ഞു, എനിക്കൊന്നും തരാനില്ല, അങ്ങോട്ട് നോക്കിയോ. അതാ ലോകത്തിന്റെ ഭാരത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്നോണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിന്റെ രാജാവാ. പക്ഷെ യേശു പറയുക, നഥനിയേലേ, ശരിയായിട്ടില്ല, കുറച്ചുകൂടെ നീ വളരണം. ഇന്ന് രാത്രി ഈ മൈതാനത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, യഥാർത്ഥമായി യേശുവിനെ ഒരാൾ അറിഞ്ഞാൽ രോഗത്തിന്റെ നടുവിലും വിളിച്ചു പറയും, ഈ യേശു എത്ര നല്ലവനാണ്. ക്ലേശത്തിന്റെ നടുവിലും വിളിച്ചു പറയും, യേശു എത്ര മതിയായവനാണ്. രോഗത്തിന്റെയും ക്ലേശത്തിന്റെയും തിരമാലയുടെയും നടുവിൽ ഒരത്ഭുതക്കാരനെ മാത്രമല്ല യേശുവിൽ കാണുന്നത്, സകലവും നിർമ്മിച്ച സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്തെ ആരാധിപ്പാനാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഓരോ അടയാളങ്ങളിലൂടെ യോഹന്നാൻ സ്ഥാപിക്കുന്നത് ഈ സുവിശേഷത്തിൽ, വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ യോഹന്നാൻ പറയുക, വെള്ളവും വീഞ്ഞും പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, വീഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞത് മെസ്സിഹായുടെ രാജ്യം വരുമ്പോ സുഭിക്ഷമായ വീഞ്ഞൊഴുകുന്നത് പോലെ കേവലം വെള്ളം വീഞ്ഞാക്കുന്നവൻ മാത്രമായിട്ടല്ല, മെസ്സിഹായുടെ രാജ്യം ഇനോഗുറേഷൻ ചെയ്തപ്പോ ഇതാ ഇത്ര നാൾ കരുതി വെച്ച ഈ സുവിശേഷത്തിന്റെ സത്യം വിളംബരം ചെയ്യുന്ന ആ കാനായിലെ കല്യാണ വീട്. എന്നിട്ട് നിങ്ങൾക്കറിയാമോ, 4-ാം അധ്യായത്തിൽ രാജഭൃത്യന്റെ മകൻ, കാശുണ്ടോ ആളിന്? കാശുണ്ട്. രാജഭൃത്യന്റെ മകൻ സൗഖ്യമില്ലാതായി പോയപ്പോ രാജഭൃത്യന് മനസ്സിലായി, എന്റെ സ്വാധീനം കൊണ്ട് ഇവൻ സൗഖ്യമാകുകയില്ല, എന്റെ പണം കൊണ്ട് ഇവൻ സൗഖ്യമാകുകയില്ല. ഇടുക്കി പ്രദേശത്തുള്ള എല്ലാവരും തിരിച്ചറിയണം, പണം കൊണ്ട് എല്ലാം നടക്കുകയില്ല, സ്വാധീനം കൊണ്ട് എല്ലാം നടക്കുകയില്ല. ആർക്കും സഹായിക്കാൻ ഒക്കാത്ത രാത്രികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഈ സ്വർഗം തുറന്നിരിക്കുന്ന യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെ ആ താഴ്വരയിലും നടക്കും. 5-ാം അധ്യായത്തിൽ ഒരാള് കിടപ്പുണ്ട്, 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന മുടന്തൻ. അവന് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, എന്നെ ഈ വെള്ളത്തിലോട്ട് എങ്ങനെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. യേശു പറയുക, ഒരു സമ്പ്രദായത്തിലാണോ നീ വിശ്വസിക്കുന്നത്? ഈ വെള്ളത്തിൽ ഈ കലക്കമുള്ള സമയത്ത് ഇറങ്ങാതെ തന്നെ നിന്നെ ഒരു വാക്കിൽ സൗഖ്യമാക്കുവാൻ യേശു എന്ന ദൈവത്തിന് കഴിയും. ഇന്ന് പലരും പറയുന്നത്, അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വരണം, ഇതൊക്കെ ചെയ്യണം.
ഒന്നും ചെയ്യാതെ ഇരിക്കുന്നിടത്ത് വിശ്വസിക്കുമ്പോ തറയിക്കൂടി ഉരുളേണ്ട കാര്യമില്ല, ദേഹം മുറിവേൽപ്പിക്കേണ്ട കാര്യമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ യേശു കേവല മനുഷ്യനല്ല, കേവല അത്ഭുതക്കാരനല്ല, ഇത് ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നവർ ഒരു പ്രാവശ്യം കൂടെ കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്യണം. 6-ാം അധ്യായത്തിൽ ഒരു അടയാളമുണ്ട്. നീ ഇതിലും വലുത് കാണും. എന്തുവാ ഇതിലും വലുത്? 5 അപ്പവും 2 മീനും കൊണ്ടിരിക്കുക 5000 പുരുഷന്മാരോളം ഉണ്ട്. മേളിൽ ഒരു കണക്ഷൻ കണ്ടപ്പം കേവലം അത്ഭുതക്കാരനായി മാത്രമല്ല, പ്രകൃതിയുടെ നിയമങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവം ഈ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി പറഞ്ഞു കൊടുത്തോ. അവര് ചിന്തിക്കുക മോശ കൊടുത്തതുപോലെ ആയിരിക്കും. യേശു പറയുക, ഇല്ല, മോശയല്ല അത് കൊടുത്തത്, മന്ന എന്റെ പിതാവ് കൊടുത്തതാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട മന്നയാണ്. എന്നെ നീ ഭക്ഷിച്ചാൽ, ഇന്ന് രാത്രി കേൾക്കണമേ, യേശു തരുന്ന അപ്പം മാത്രമല്ല, യേശുവിന്റെ അപ്പത്തെ നമ്മൾ ഭക്ഷിക്കാൻ തയ്യാറായാൽ അതിൽ നിത്യജീവൻ ഇരിപ്പുണ്ട്. വെള്ളത്തിന്റെ മീളേക്കൂടെ നടന്നു പോകുന്ന യേശു 6-ാം അധ്യായത്തിൽ 9 പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി. 11-ാം അധ്യായം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയ നഥനിയേലിനോട് പറയുക, നിന്റെ വിശ്വാസം ഇരിക്കേണ്ടത് കേവലം ഞാൻ പറഞ്ഞ പ്രവചനത്തിലോ മുന്നറിവിലോ അല്ല, എന്നെ കുറിച്ച് ഒരു ഐഡിയ നിനക്കുണ്ടാകണം, ഞാൻ ദൈവമാണെന്ന്. അതിൽ വേണം നീ വിശ്വസിക്കാൻ. 11 എന്താ സംഭവിക്കുന്നതെന്നറിയാം? മരിച്ച ലാസർ. ഇപ്പൊ എല്ലാരും നോക്കി നിൽക്കുക, അത്ഭുതക്കാരൻ ഇവിടെ വല്ലതും ചെയ്യാനൊക്കുവോ? ആ കഴിഞ്ഞ ദിവസം അപ്പം കൊടുത്തായിരുന്നു, ശരിയാ, വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നായിരുന്നു, ശരിയാ, ഇവിടെ വല്ലതും ചെയ്യാനൊക്കുവോ? മരിച്ച് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ബൈബിളിലെ ചെറിയ വാക്യമല്ലേ, യേശു കണ്ണുനീർ വാർത്തു. അവിശ്വാസികൾ പറഞ്ഞു, കഴിഞ്ഞു, ഇവന്റെ മിനിസ്ട്രി കഴിഞ്ഞു. ഇവനെന്തോ ചെപ്പിട് വിദ്യ കൊണ്ട് കുറെ അത്ഭുതം കാണിച്ച് മനുഷ്യരെ കളിപ്പിക്കാൻ നടന്നവനാ. യോഹന്നാൻ 7 പറയുന്നത് ഇത് തന്നെയാണ്, ഇവൻ വഞ്ചകനാ, യേശു വഞ്ചകനാ എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും നോക്കി നിൽക്കുക, ഇപ്പോൾ എന്ത് സംഭവിക്കും? യേശു കണ്ണുനീർ വാർത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടുത്ത് ചെന്നിട്ടൊരു വിളി, ലാസറേ പുറത്തു വരിക, സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണുമെന്ന് നഥനിയേലിനോട് പറഞ്ഞത്. അന്ന് നഥനിയേലിൽ നിന്ന് കാണുക, ഇത് കേവലം മനുഷ്യനല്ല, ഇത് മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള ദൈവമാണ്. മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കുക ഇന്ന് രാത്രിയിൽ. ഇത് കേവലം മതപ്രചരണമല്ല, ഇത് മതപ്രചരണമേ അല്ല. ഒരു മതത്തെ ഉയർത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ്. യേശു ജീവിക്കുന്ന ദൈവമാണ്. കേവല അത്ഭുതത്തിന് വേണ്ടിയല്ല, എന്നെ സകലവും അറിയുന്ന, എന്നെ നിർമ്മിച്ച, എന്റെ ആത്മാവിന് സമാധാനവും നിത്യരക്ഷയും തരുന്ന, ജീവനും സമൃദ്ധിയായ ജീവനും തരുന്ന നഥനിയേലിനെ പോലുള്ള സത്യാന്വേഷികൾ അറിയേണ്ടത്, ഈ ദേശത്തിലുള്ളവർ അറിയേണ്ടത്, സത്യാന്വേഷണം വന്ന് നിൽക്കുന്നത് ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോഴേ അന്വേഷിച്ച് നടക്കുന്ന സമാധാനം സുഹൃത്തെ താങ്കൾക്ക് കിട്ടുകയുള്ളൂ. അന്വേഷിച്ച് നടക്കുന്ന നിത്യമായ ആത്മാവിന്റെ രക്ഷ കിട്ടണമെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നു, എന്നിൽ നീ വിശ്വസിച്ചാൽ മരണം കൊണ്ട് തീരുന്നതല്ല ഈ ബന്ധം, ഒരിക്കലും തീരാത്തൊരു ബന്ധം. നമുക്ക് ആ പാട്ടൊന്ന് പാടാനൊക്കുമോ പ്രിയ ജോസ് പാസ് സ്ഥലത്തുണ്ടോ? ജോസ്, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, കേട്ടിട്ടുണ്ടോ? മഹൽ സ്നേഹം. എന്തുവാ ദൈവത്തിന്റെ സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് കുറച്ച് അപ്പം തരുന്നതല്ല. മഹൽ സ്നേഹം എന്തോ തന്നു? മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ
കഴിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. എന്നിട്ട് പാട്ടുകാരൻ പറയുക, ഉലക സ്ഥാപനത്തിന് മുമ്പ്, ഇന്നിവിടെ വന്നിരിക്കുന്നവർ കേൾക്കണമേ, ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഉലക സ്ഥാപനത്തിന് മുൻപുളവായ ഒരൻപാൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ സഹോദരി നിങ്ങൾ ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു. സഹോദര, ആ അൻപിനാൽ, ആ സ്നേഹത്താൽ താങ്കളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നഥനിയേലിനെ പോലെ പറഞ്ഞേന്, നസറേത്തിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് പറഞ്ഞ് സുവിശേഷത്തെ പുറങ്കാല് കൊണ്ട് അടിച്ചിട്ട് പോകുന്നവരുടെ നടുവിൽ സത്യ സുവിശേഷം മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഒരു പ്രാവശ്യം കൂടെ കൈകൾ ഉയർത്തി ഒന്ന് നന്ദി പറയാമോ? യേശുവേ നന്ദി എന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അധരങ്ങളെ തുറന്ന് യേശുവേ നന്ദി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി, എന്നെ തെരഞ്ഞെടുത്തതിനായി നന്ദി, എന്നെ വീണ്ടെടുത്തതിനായി നന്ദി, ഈ സുവിശേഷം എന്നിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങുവാൻ എന്നെ ഉപയോഗിക്കണമേ. ആ പ്രാർത്ഥനയുള്ളവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പാടാം. മഹൽ സ്നേഹം, മഹൽ സ്നേഹം.